നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് പോകുന്നു എന്ന വിവരം. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര സ്വകാര്യ സന്ദർശനമാണെന്ന് പറഞ്ഞ് യാത്രയ്ക്കുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തു. ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരുന്നു. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്ത് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവുള്ളത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹം ദുബായിലേക്ക് പോയിട്ട് എപ്പോൾ മടങ്ങി വരുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതേസമയം ഇന്ന് മറ്റൊരു നിർണായക ദിവസം കൂടിയാണ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരായ ഹർജിയിൽ നിർണായക വിധി ഇന്ന്. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത്. കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി വീണ വിജയന് മാസപ്പടി നൽകിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണം. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ മാത്യു കുഴൽനാടന്റെ വക്കീൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ല എന്ന് വിജിലൻസ് കോടതിയും വാദിച്ചു. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി CMRL ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന് സാധിച്ചില്ല. പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി MV രാജകുമാരിയാണ് മെയ് 3 കേസ് പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.